പറഞ്ഞെങ്കിൽ ഓക്കെ. അവരെ പറ്റി എഴുതിയിരിക്കുന്നത് ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും സ്തോത്രം. ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും കല്ല് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇടം കൈ കൊണ്ടും. അണ്ട് നിങ്ങളുടെ ഒന്നാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം അറിവുള്ള വാക്യമാണ്. അത് വായിച്ചേ. കീശിന്റെ മകനാകുന്ന ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ യുദ്ധത്തിൽ അവന് തുണ ചെയ്തു. അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും അതാ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു സാമർത്ഥ്യം വേണം. ശുശ്രൂഷ കൈപിടുക്കോടെ നടത്തിയെന്നൊരു പദമുണ്ട്. അങ്ങനെ കൈപിടുക്കോടെ കണ്ടു പഠിക്കേണ്ടതും കേട്ട് പഠിക്കേണ്ടതും ഒരാൾ ചെയ്യുമ്പോൾ നോക്കി നിന്ന് പഠിക്കേണ്ടതും തന്നെ പഠിക്കേണ്ടതും അങ്ങനെയുള്ളവര് ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടു വരും. ഓ എനിക്കത് അറിയത്തില്ല, ഞാൻ ചെയ്ത ഓക്കെ അല്ല ആയുസ് ശരിയാകില്ല. നിങ്ങളെ ചില സ്ത്രീകളെ ശ്രദ്ധിച്ചേ. ഓ ഞാൻ വെച്ചാ ഒക്കുകയല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും വെക്കുന്നില്ല. അതാ അടുക്കള ഞാൻ വെച്ചാ ഓക്കെ അല്ല, അങ്ങനെ അമ്മ വെക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ആയുസ് രക്ഷപ്പെടുകയല്ല. അത് ആരെങ്കിലും ചെയ്യുമ്പോൾ അടുത്ത് നിന്ന് കണ്ടുപിടിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. കുറച്ച് മുമ്പുള്ളവരൊക്കെ അത് ചോദിച്ച് മനസ്സിലാക്കണം. അമ്മ ഇതെങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഇതിനെന്തോ ആയിരിക്കുന്നത്. ഉദാഹരണമായി പറയാം, ആത്മീയ ശുശ്രൂഷയ്ക്കുന്നതാ. അപ്പൊ ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ട് കല്ലെറിയുവാൻ. ഈ ഇടങ്കൈ വശമുള്ളവരുടെ വിശേഷത അവർക്ക് വലങ്കൈയും വശം. വലങ്കൈ ഉള്ളവർക്ക് വലങ്കൈ മാത്രം വശമുള്ളൂ. ഇടങ്കൈ വശമുള്ളവന് ഇടങ്കൈക്ക് പഠിക്കും. ഈയിടെ ഞങ്ങളുടെ ചാത്തന്നേരി ഞങ്ങളുടെ അമ്മച്ചിയുടെ ചെന്നപ്പം റാമം ഉണ്ടായിരുന്നു. ശുപാർശം ഞാനും പണ്ടൊക്കെ പോയിട്ടുണ്ട്. ചോദിച്ച ശുപാർശം എന്ത് ചെയ്യുന്നു. അപ്പം ഇപ്പൊ 100 വയസ്സോടെ എടുത്തു. അപ്പം മോള് പറയാ, എന്നാൽ എന്നെ ഇടങ്കൈക്ക് അവർ വെട്ടുവെട്ടിയിരുന്നു. 100 വയസ്സുള്ള ആളാണ്. തലക്ക് ഇഷ്ടപ്പെടാത്തയാണ്ട് പറഞ്ഞു പൊങ്ങയ്ക്ക് ഒരൊറ്റയടി. ആരുടെ ഇപ്പൊ കള്ള മോള് മൊത്തം നാല്. ഞാൻ പറഞ്ഞു തള്ളയുടെ വീട്ടിന് അതങ്ങനെ ചെന്ന് വീടരുത് അമ്മയ്ക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഇടങ്കൈ ആകാശം വന്നു. ഇടങ്കൈ. അപ്പൊ ഇടങ്കൈ വശമുള്ളവർക്ക് വലങ്കൈയും വശം. ശുപാർശ പറഞ്ഞ മാറി നിൽക്കട്ടെ. അപ്പൊ ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും കല്ലെറിയുവാൻ പ്രാപ്തരായിരുന്നു, സമർത്ഥന്മാരാണ്. ഞാൻ പ്രസംഗിക്കുന്നില്ല, ദൈവത്തിന് മഹത്വം. അവരെ പറ്റി താഴോട്ടൊക്കെ ഇനി നിങ്ങൾ പുസ്തകം മടക്കിക്കോ അല്ലെ പിന്നെ വായിച്ചു പോകും, ഞാൻ പ്രസംഗിച്ചു പോകും. വേറൊരു ഭാഗത്ത് ആ അധ്യായത്തിൽ തന്നെ വായിക്കണ്ട, എഴുതിയിരിക്കുന്നു ഇവര് സിംഹമുഖന്മാരായിരുന്ന. സിംഹ എന്ന് പറഞ്ഞാൽ കാട്ടിലെ രാജാവല്ലേ സിംഹം. ഒരു ദൈവത്തിൽ അങ്ങനെ ആയിരിക്കണം. ചുമ്മാ കരിഞ്ഞും കൂടി നടക്കരുത്. കയോധനം വന്നിരിക്കുന്ന മോന്ത കണ്ട ഒരെണ്ണം നമ്മുടെ കൂട്ടായ്മയ്ക്ക് വരികയല്ല. അവര് വെളിയിൽ നോക്കിയപ്പോ താണ്ട കരിഞ്ഞു കുത്തി മോന്തയായിട്ടിരിക്കുന്നു 3 എണ്ണം. അവര് എനിക്ക് ഈ കൂട്ടത്തിലാട്ടോ ഞങ്ങള് രാജാവിന്റെ പ്രൗഢി വേണ്ടേ. സ്തോത്രം. രാവിലെ വന്ന് തിന്നെഴുന്നേക്ക് യാതൊരു പ്രത്യാശയില്ലാതെ വഴിയെ കൂടെ പോകുന്ന ചോദിച്ചാൽ എന്നാ നമ്മുടെ കൂടെ ആരെങ്കിലും ആരാധിക്കണ്ടല്ലോ. സ്തോത്രം. നിന്റെ അടുക്കളക്കകത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും, പേഴ്സിനകത്ത് ചിലപ്പോൾ 5 രൂപയും കാണുകയല്ല. പക്ഷെ പൗലോസ് പറഞ്ഞത് മറന്നു പോകരുത്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഒരു ദൈവപൈതൽ അങ്ങനെ ആയിരിക്കണം. ഒന്നുമില്ലേലും. പിന്നെ വീരന്മാരെ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇവര് പരാക്രമശാലികളായിരുന്നു. വായിക്കണ്ട തുറക്കണ്ട ഞാൻ വായിപ്പിക്കുകയല്ല. സ്തോത്രം. അവര് പരാക്രമശാലികളായിരുന്നു. പിന്നെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവര് ശൗര്യമുള്ളവരായിരുന്നു. അങ്ങനെയാണ് അവര് ശൗര്യം. ഒരു ദൈവപൈതൽ തന്നെ ശൗര്യം വേണം. ഭർത്താവിന്റെ നേരെയല്ല, ഭാര്യയുടെ നേരെയല്ല, അമ്മായിയമ്മയുടെ നേരെ അല്ല, മരുമകളുടെ നേരെ. അതിന് നല്ല ശൗര്യമാണ്.
മിണ്ടുന്നില്ലല്ലോ. പിശാചിന്റെ നേരെ നീ നല്ല ശൗര്യത്തോടെ നിന്റെ എതിരാളിയാകുന്ന സാത്താൻ ആയുധവർഗങ്ങൾ അവൻ കൊണ്ടുവരുമ്പോൾ, അവൻ രോഗം കൊണ്ടുവരുമ്പോൾ, ക്ഷീണം കൊണ്ടുവരുമ്പോൾ, പ്രതികൂലം കൊണ്ടുവരുമ്പോൾ, പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ ശൗര്യത്തോടെ നിൽക്കണം. രോഗങ്ങൾ ഡോക്ടർ പറഞ്ഞു രോഗമുണ്ടെന്ന് ഈ ശൗര്യത്തോടെ പറഞ്ഞു എന്നെ വിട്ടു പോ. ഈ രോഗം എന്നെ പകർക്കത്തില്ല, ഈ കടുകിനെ നശിപ്പിക്കത്തില്ല, ഈ പ്രശ്നങ്ങളെ തകർക്കത്തില്ല. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ ആത്മീയമായിട്ട് നല്ല ശൗര്യത്തോടെ വരണം. നല്ല ശൗര്യമുള്ളവരായിരിക്കണം. നിങ്ങൾ ചില വീട്ടിൽ ചില നായയെ കണ്ടിട്ടില്ല, എന്നാ ശൗര്യമാണ്. എന്നാ ചില നായ കണ്ട് പിന്നെ അനങ്ങയല്ല പാലും ചുരുട്ടി ആ സിറ്റൗട്ടിലോ കസേരയിലോ. ഈയിടെ ഞങ്ങളെ നെയ്യാർ ഡാമിന്റെ അവിടെ രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ആ ഡാമിന്റെ അവിടത്തിലോട്ട് നടക്കാം. 5-6 കിലോമീറ്റർ ഉണ്ടല്ലോ, നടക്കാം. ഞങ്ങൾ നടന്നു വന്നപ്പോ ഒരു കുഞ്ഞു പാട്ടി രൂപം എന്ന ശൗര്യനാഥന ഇച്ചിരിക്കോളം ഉള്ളു. ഞങ്ങൾ 3-4 പേര് നടന്നു. അത് ഞങ്ങളുടെ പുറകെ തന്നെ കുറച്ച് ഇച്ചിരിയേ ഉള്ളൂ, ഒരു പൂജ അത്ര പോലെ. അല്ല ശൗര്യം. എന്താ ഞാൻ ഓർപ്പിച്ചത്? നമ്മൾ ശൗര്യം മനുഷ്യരോടല്ല, വീട്ടുകാരോടല്ല, നാട്ടുകാരോടല്ല, അയലത്തുകാരോടല്ല, കുടുംബക്കാരോടല്ല, പിശാചിനോടാ ശൗര്യം. ഇതുപോലായിരിക്കണം. ദാവീദിന്റെ വീരന്മാരെ നല്ല ശൗര്യമുള്ളവര്, പരാക്രമം. പിന്നെ എനിക്ക് മാസ്റ്റർക്ക് അത് കുറച്ചുകൂടെ അറിയാം. അവിടെ വേറൊരു പദം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടത്, ഇവര് കുറച്ച് വീരന്മാര് കാലജ്ഞന്മാരായിരുന്നു, ശാസ്ത്രജ്ഞന്മാരായിരുന്നു. കാലജ്ഞന്മാർ, കാലജ്ഞന്മാർ. കാലങ്ങളും നമ്മുടെ സഭയിൽ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. കാലജ്ഞന്മാരെ പോലെ, ശൗര്യമുള്ളവരെ പോലെ, പരാക്രമശാലികളെ പോലെ, ഇടങ്ങൾ കൊണ്ട് വലങ്ങൾ കൊണ്ട് കലറിയുന്നവരെ പോലെ, നല്ല സിംഹപുരന്മാരെ പോലെ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടുന്നവരല്ല, പ്രതികൂലങ്ങൾ വരുമ്പോൾ പുറകോട്ടോടുന്നവരല്ല, വിഷയങ്ങൾ വരുമ്പോൾ അലമുറയിടുന്നവരല്ല. പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉപവസിച്ചും ആത്മാവിൽ ബലപ്പെട്ടും അവരെ ധരിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവരെ മധ്യാഹ്നം കഴിഞ്ഞ വേളയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വലിയൊരു ദാസനും കൂടി വിലപ്പെട്ട ദൂതുകൾ കേൾപ്പിച്ചു. വിഷയങ്ങൾക്ക് പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും കൃപ നൽകി. ദാസിദാസന്മാരെ ശക്തീകരിച്ചു. വിശേഷിച്ച് ഈ വാത്സല്യ ഭരണത്തെ കരങ്ങളിൽ വീണ്ടും ഭരമേൽപ്പിക്കുന്നു. തീർച്ചയായും നിരാശയെ തീർക്കാൻ പാർക്കണം. ആയുസ്വാരോഗ്യങ്ങളുടെ അധ്വാനങ്ങളിൽ ജോലി മേഖലകളിൽ കൃപ നൽകണം. പോരും പടയും നീക്കി വലിയ വിടുതൽ നൽകണമേ. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നതമാകുന്ന ഭാവി തക്ക തുണ വഴി നന്മ എല്ലാവരും ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ കൃപകളാൽ നൽകണം. സഹോദരങ്ങൾ, യാത്രക്കാർ, ബന്ധുമിത്രാദികൾ, ദേശനിവാസികളെ വിടുവിച്ചാട്ടെ. ദൈവമഹിതം വെളിപ്പെടുത്തണം. കൂടപ്പെട്ട ദൈവമക്കളെ ആശ്രയിക്കണം. മടക്കയാത്രയിൽ തുണ നൽകണം. എല്ലാം നന്മയ്ക്കായി ചെയ്യണം. പുത്രനെ മഹിതപ്പെടുത്തണം. കൃപ വ്യാപരിക്കണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വായ്പകൾ, അനുഗ്രഹങ്ങൾ ഈ ഭവനത്തോടും തലമുറയ്ക്ക് എല്ലാവരുടെ മേലും ഓൺലൈനിൽ നമ്മോടുകൂടെ ആയിരിക്കുന്ന ദൈവങ്ങളുടെ മേലും അവിടെയും ഇവിടെയും എവിടെയും ചിതറി പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും തുടർന്നുള്ള ആത്മീക കൂട്ടായ്മകളുടെ മേലും ശുശ്രൂഷകളുടെ മേലും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.